ഹായ് ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വിചാരിച്ചിരിക്കുകയായിരിക്കും ഇതെന്തായി കുറേ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും അല്ലേ. ഞാനിപ്പോൾ ഇതെല്ലാം എടുത്ത് ഇങ്ങനെ പറക്കി വെച്ചതാണ്. ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ഈ കളക്ഷൻസൊക്കെ ഒന്ന് കാണിക്കാൻ നിന്ന്. അതായത് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. അതായത് ഇപ്പം എന്താണ്ടേ തലയിലിടുന്ന ബോ, പിന്നെ എന്താണ്ടേ നമ്മുടെ കമ്പി ബോ. ഇതിനൊന്നും വലിയ വിലയില്ല കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഒരു 10 രൂപയ്ക്കകത്ത് ഓരോന്നിനും വിലയൊക്കെ വരുത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ചുമ്മാതിരുന്നപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനിതെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പു ആണിത്, വാടിക ഷാമ്പു. പിന്നെ പൗഡർ, കുട്ടിക്കുറ പൗഡർ, നമ്മുടെ പണ്ട് മുതലേ ഉള്ള പൗഡറില്ലേ, കുട്ടിക്കുറ പൗഡർ. പിന്നെ യാഡ്ലിയുടെ പൗഡർ. ഇത് തീരാറായി കേട്ടോ, ഇത് ഉപയോഗിച്ച് തീരാറായി. പിന്നെ അതാണ്ട് കുറേ ക്യൂടെക്സുകൾ കണ്ടില്ലേ, കുറേ ക്യൂടെക്സുകൾ. ഇത് ഞാൻ പുറത്തോട്ട് പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ചിലപ്പോൾ ചുമ്മാതെ വെറുതെ ഇരിക്കുമ്പം വീട്ടിൽ ഇരിക്കുമ്പോൾ ഇടണമെന്ന് തോന്നുമ്പം ഇടും, അങ്ങനെയാണ്. പിന്നെ അതാണ് കുറേ ക്ലിപ്പുകൾ കണ്ടില്ലേ, കുറേ ക്ലിപ്പുകളുണ്ട്. അപ്പം അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ ബസ്സിലൊക്കെ കയറുമ്പോൾ നമുക്ക് പിന്നെ മുടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കില്ല, അപ്പം നമ്മൾ കെട്ടിവെച്ചൊക്കെ പോകണ്ടായി. അതിനു വേണ്ടി കുറേ ക്ലിപ്പുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അതാണ്ട് കുറേ ക്ലിപ്പുകൾ. ചില ക്ലിപ്പുകളൊക്കെ ആണെങ്കിൽ നമ്മൾ 5-6 ദിവസം ഇട്ടതിന് ശേഷം തന്നെ അതിൻ്റെ ഈ ഭാഗമൊക്കെ ഇല്ലേ ഇങ്ങനെ ഇളകിപ്പോവും. അപ്പോഴും അങ്ങനെ കുറേയൊക്കെ അങ്ങ് പോയി. പിന്നതാണ്ട് ഇത് വീട്ടിലൊക്കെ നിൽക്കുമ്പോഴും ഞാൻ മുടിയെല്ലാം കൂടെ മടക്കി വെച്ച് ഈ ക്ലിപ്പ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പറയണതാണ്ട് ഈ മോഡൽ ചെറിയ ക്ലിപ്പ് കണ്ടില്ലേ, ഇതാണ്ട് ഈ മോഡൽ ചെറിയ ക്ലിപ്പുകൾ, ഇതും യൂസ് ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ മുഖത്ത് ഉപയോഗിക്കുന്ന സ്ക്രബ്ബറാണ്. ഇത് ഹിമാലയയുടെ സ്ക്രബ്ബറാണ്. ഇത് ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഐബ്രോ പെൻസിലാണ്. നമ്മുടെ പെൻസിൽ കട്ട് പോലെ തന്നെ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം, നമ്മുടെ പെൻസിൽ പോലെ. ഐബ്രോ പെൻസിലാണിത്. പിന്നെ ഈ ക്ലിപ്പൊക്കെ ഇതൊക്കെ ഈ മോഡൽ ക്ലിപ്പുകളാണ്. പിന്നെ അതിൻ്റെ കമ്മലുകളാണ് കാണിക്കാം ഞാൻ. കമ്മലുകൾ കമ്മൽ. പിന്നെ പറയാനാണെങ്കിൽ വള കണ്ട ചുമപ്പ് കരിൻ്റെ മോഡൽ വള. വെള്ള ഇതിൻ്റെ ഒരു മോഡലൂടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ചീത്തയായിപ്പോയി. പിന്നെ കമ്മലെന്ന് പറഞ്ഞാൽ എനിക്ക് മൂന്ന് ടൈപ്പ് കമ്മലുണ്ട്. അതിൽ ഞാനിവിടെ പറക്കിയിട്ടപ്പോൾ 2-3 ടൈപ്പ് 2-3 അത് ഇങ്ങോട്ട് മാറിപ്പോയി. ഇപ്പം അതാണ്ട് ഇപ്പം ഇതൊരു ടൈപ്പ്. പിന്നെ ഇതിൻ്റെ മോഡൽ ഉണ്ട്, ഇതിൻ്റെ മോഡലുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതുണ്ട്. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയും ഉണ്ട്, അത് ഞാൻ പിടിച്ചോളാം, അത് ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പം ഞാനിതിപ്പോൾ ചെയ്യുന്നതിന് വേണ്ടിയായപ്പോൾ അത് പെട്ടെന്ന് അത് തപ്പി നടക്കാതെ അത് പെട്ടെന്ന് എടുത്ത് കാണിച്ചതാണ്. പിന്നെ ഈ മോഡൽ റബ്ബർ ബാൻഡ് മോഡൽ, നമുക്ക് തലമുടിയിൽ യൂസ് ചെയ്യാവുന്ന അതാണ്. പിന്നെ ബണ്ണ്, നമ്മുടെ ഹെയർ ബണ്ണ്. ഇതൊക്കെ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോഴേ യൂസ് ചെയ്യാറുള്ളൂ. പുറത്ത് പോകുമ്പോൾ ഇത്രയും ഡാർക്ക് കളർ ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അങ്ങനെ. പിന്നെ മാല കണ്ടില്ലേ, മാല. ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി വേറെ സാധനങ്ങളൊന്നും വിട്ട് പോയിട്ടില്ല. ഈ മോഡൽ ചെറിയ ക്ലിപ്പുകൾ, ഇതെല്ലാം എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കില്ലേ, മിക്കവാറും എല്ലാ കടകളിലും ഒക്കെ കിട്ടുന്നതായിരിക്കില്ലേ. ഈ മോഡൽ ക്ലിപ്പും ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല, മേടിച്ച് വെച്ചിട്ടേ ഉള്ളൂ.
പക്ഷെ ഞാൻ ഇതൊന്നും അധികം ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇതൊക്കെ ഞാൻ വീട്ടിൽ നിൽക്കാൻ നേരം എന്താണ്ട് ഈ മോഡൽ ക്ലിപ്പൊക്കെ ആണെങ്കിൽ ഞാൻ വീട്ടിൽ നിൽക്കാൻ നേരം ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഈ മോഡൽ ക്ലിപ്പൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പെൻസിൽ കണ്ടില്ലേ, ഇത് ഐബ്രോ പെൻസിൽ ഇത് തീർന്നതാണ് കേട്ടോ. ഇത് തീരാറായി വരികയാണ്. പക്ഷേ ഇത് ഉപയോഗിക്കും ഞാൻ. ഇപ്പം ഇത് ഉപയോഗിക്കും. ഇത് ഇത്തിരി പുതിയതാണ്. മറ്റേത് തീരാറായതുകൊണ്ട് അത് മേടിച്ചതാണ്. അപ്പം ഞാൻ നിങ്ങളെ ഇന്ന് ഇത്രയും കളക്ഷൻസൊക്കെ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഒരു പുതിയ തുടക്കക്കാരിയാണ്. അതിൻ്റെ പല പോരായ്മകളും എൻ്റെ ഈ വീഡിയോയിൽ കാണുമായിരിക്കും എന്നല്ല, കാണും, അതെനിക്ക് ഉറപ്പുണ്ട്. നമ്മളേത് കാര്യവും ഒരു തുടക്കത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായ ചില പോരായ്മകളൊക്കെ കാണുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ പോരായ്മകൾ കാണണം എന്നില്ല. പക്ഷേ ചിലവർ ചെയ്യുമ്പോൾ അതിൻ്റെ പോരായ്മകളൊക്കെ കാണും. അപ്പം ഞാനൊരു തുടക്കക്കാരിയാണ്. ഞാൻ ചില ഷോർട്സ് വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും നിങ്ങളുടെ മുന്നിൽ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, ബൈ.